ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു കാട് കാണാൻ പോയാലോ? ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് മാത്രം. നാട്ടിൽ നിന്ന് തിരിച്ച് ലണ്ടനിലേക്ക് വരുന്ന വഴി ഞങ്ങൾക്ക് ലേ ഓവർ ഉണ്ടായിരുന്നത് ഖത്തർ എയർപോർട്ടിലായിരുന്നു, നമ്മുടെ ഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. അവിടെയുള്ളൊരു മിനി ഫോറസ്റ്റാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ഞാനിത് തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയല്ലായിരുന്നു, എന്നാൽ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. നിറയെ പച്ച വിരിച്ച മരങ്ങളും എന്താ പറയുക, ആ ഒരു തണലും, നമ്മൾ യാത്ര ചെയ്തു വന്ന ആ ക്ഷീണമൊക്കെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ഫുള്ളായിട്ട് മാറിപ്പോയി. പുറത്തു പോലും ഇത്ര ഉണ്ടാവില്ല. നമ്മൾ കാടും മരങ്ങളും വെട്ടി നശിപ്പിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ അല്ലേ. സോ അത് ഭയങ്കര ഒരു സർപ്രൈസായിപ്പോയി എനിക്ക്. കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ല കേട്ടോ. ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിലൂടെ നടന്നൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻസ്, അവർ പിന്നെ എല്ലാ കാഴ്ചകളും എൻജോയ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുന്നവരാണ്. ഞങ്ങളും അതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു, അങ്ങോട്ട് ഇറങ്ങിയില്ല. കാരണം ലേ ഓവർ ഞങ്ങൾക്ക് ഒത്തിരി ടൈം ഉണ്ടായിരുന്നില്ല. ഇനി വരുന്ന യാത്രകളിൽ അവസരം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈവൻ നമ്മൾ ആ പുറത്തൂടെ നോക്കുമ്പോൾ, താഴോട്ട് നോക്കുമ്പോൾ തന്നെയുള്ള കാഴ്ച എന്ന് പറയുന്നത് നല്ല രസമാണ്. ഒരുപാട് മരങ്ങളും നമ്മുടെ നാട്ടിലെ വാഴയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ. പിന്നെ പേരറിയാത്ത കുറേ മരങ്ങൾ, കാട്ടിലൊക്കെ കാണുന്ന പോലത്തെ മരങ്ങൾ. അങ്ങനെ ശരിക്കും ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് അവർ. കണ്ടോ, സൈഡിലൂടെയൊക്കെ പച്ച വിരിച്ച മരങ്ങൾ. നമുക്ക് ആ എന്താ പറയുക, ഒരു മേൽപ്പാലം പോലത്തെ ഒരു സംഭവത്തിലൂടെ കയറി നടന്നിങ്ങനെ കാണാം. ഈ കാണുന്ന മരങ്ങളൊക്കെ ഒറിജിനലാണോ എന്നറിയാൻ ഞാൻ തൊട്ടൊക്കെ നോക്കിയായിരുന്നു കേട്ടോ, ഇലകളൊക്കെ. ടിപ്പിക്കൽ മലയാളി സ്വഭാവം. നമ്മളിന്ന് നമ്മുടേതായ രീതിയിൽ പരീക്ഷിച്ചറിഞ്ഞാലേ വിശ്വസിക്കുള്ളൂ അല്ലേ. എനിവേ, അവിടെ നിന്നെടുത്ത കുറച്ച് ക്ലിപ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും നല്ല രസമുണ്ടായിരുന്നു. സോ ഇതൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.